ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന വിസ്മയത്തിലേക്ക് ബുർജ് ഖലീഫ ഉയർത്തെഴുന്നേറ്റത് സങ്കീർണമായ എഞ്ചിനീയർ വെല്ലുവിളികളെ അതിജീവിച്ചാണ്. $1.5 ബില്യൺ ചിലവഴിച്ച ഈ മഹാനിർമ്മാണം ആരംഭിക്കുന്നത് ദുബായിലെ മണൽപ്പെരിപ്പിലാണ്. ഉറപ്പില്ലാത്ത മണൽമണ്ണിൽ ഇത്രയും ഭാരമേറിയ കെട്ടിടം താഴ്ന്നു പോകാതിരിക്കാൻ എഞ്ചിനീയർമാർ ഒരു പുതിയ വഴി കണ്ടെത്തി. 50 മീറ്റർ ആഴത്തിലേക്ക്, അതായത് ഒരു 15 നില കെട്ടിടത്തിന്റെ അത്രയും ആഴത്തിലേക്ക് കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തുരന്നാണ് പൈലുകൾ സ്ഥാപിച്ചത്. മണൽ ഇടിഞ്ഞു വീഴാതിരിക്കാൻ സ്ലറി എന്ന മിശ്രിതം ഉപയോഗിച്ച് ആ ചെരുവുകളെ താങ്ങി നിർത്തി. ഏകദേശം 192 കൂറ്റൻ കോൺക്രീറ്റ് പൈലുകളാണ് ഈ കെട്ടിടത്തിന്റെ കാലുകളായി മണ്ണിൽ ഉറപ്പിച്ചത്. അടിത്തറയുടെ അടുത്ത ഘട്ടം ഈ പൈലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാഫ്റ്റ് നിർമ്മാണമായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് മിശ്രിതം ഉരുക്കിലായിരുന്നു ഇത്. 3.7 മീറ്റർ കനമുള്ള ഈ സ്ലാബ് നിർമ്മിക്കാൻ 48 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നു. പണി പകുതിക്ക് വെച്ച് നിർത്തിയാൽ കോൺക്രീറ്റ് വിള്ളലുകൾ വരികയും അടിത്തറ ദുർബലമാവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ തൊഴിലാളികൾ അധ്വാനിച്ചു. കെട്ടിടം ഉയരങ്ങളിലേക്ക് വളർന്നപ്പോൾ വിൻഡ് വോർട്ടെക്സ് അഥവാ കാറ്റിന്റെ ചുഴികൾ വലിയ ഭീഷണിയായി. 800 മീറ്റർ ഉയരത്തിൽ കാറ്റ് വെറുമൊരു കാറ്റല്ല, അതൊരു ചുറ്റിക പോലെ കെട്ടിടത്തെ പ്രഹരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ മരുഭൂമിയിലെ ഹൈമനോകാലിസ് എന്ന പൂവിന്റെ ആകൃതിയിൽ കെട്ടിടം രൂപകൽപ്പന ചെയ്തു. ഈ ഡിസൈൻ കാറ്റിന്റെ ഗതി തിരിച്ചുവിടുകയും കെട്ടിടത്തിന് ഉലച്ചിൽ തട്ടാതെ കാക്കുകയും ചെയ്തു. 2005 നിർമ്മാണം അതിവേഗത്തിലായി. ജംപ് ഫോംസ് എന്നറിയപ്പെടുന്ന സ്വയം മുകളിലേക്ക് കയറുന്ന ഫാക്ടറികൾ ഓരോ 3 ദിവസത്തിലും ഓരോ പുതിയ നിലകൾ പണിതുയർത്തി. ഉയരം കൂടുന്തോറും കോൺക്രീറ്റ് മുകളിലേക്ക് എത്തിക്കുക എന്നത് അസാധ്യമായി തോന്നി. ഇതിനായി ഫുഡ് മിസ്റ്റർ സൂപ്പർ ബം എന്ന രാക്ഷസ പമ്പുകൾ ഉപയോഗിച്ചു. ലിക്വിഡ് റോക്കറ്റിനെ ആകാശത്തിലേക്ക് തൊടുത്തുവിടുന്ന ഒരു പീരങ്കി പോലെയായിരുന്നു ഇത്. എന്നാൽ അതിവേഗത്തിൽ പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂട് കോൺക്രീറ്റിനെ നശിപ്പിക്കുമായിരുന്നു. ഇതിന് പരിഹാരമായി കൂറ്റൻ ഐസ് കട്ടറുകൾ ഉപയോഗിച്ച് മിശ്രിതം തണുപ്പിച്ചു. മരുഭൂമിയിലെ കഠിനമായ ചൂട് ഒഴിവാക്കാൻ രാത്രികാലങ്ങളിലായിരുന്നു പ്രധാനമായും കോൺക്രീറ്റ് ജോലികൾ നടന്നത്. 2007 ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമെന്ന റെക്കോർഡ് മറികടന്നു. 601 മീറ്റർ പിന്നിട്ടതോടെ കോൺക്രീറ്റിന്റെ ഭാരം കുറയ്ക്കാനായി സ്റ്റീൽ നിർമ്മാണത്തിലേക്ക് മാറി. കെട്ടിടത്തിന് ഒരു തൊലി നൽകാനായി 24,348 ഗ്ലാസ് പാനലുകൾ ഘടിപ്പിച്ചു. സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പ്രത്യേക സിൽവർ കോട്ടിംഗ് ഉള്ള ഈ ഗ്ലാസുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്ന് കെട്ടിടത്തെ സംരക്ഷിക്കുന്നു. ശക്തമായ കാറ്റിൽ ഈ ഗ്ലാസുകൾ ഘടിപ്പിക്കുന്നത് സ്പൈഡർമാനെ പോലെയുള്ള സാഹസികരായ തൊഴിലാളികളായിരുന്നു. ഏറ്റവും മുകളിലെ കൂർത്ത ഭാഗമായ സ്പൈർ നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉള്ളിലൊരു ടെലിസ്കോപ്പ് പോലെ ഒളിപ്പിച്ചു വെച്ചാണ്. പിന്നീട് ഹൈഡ്രോളിക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ മുകളിലേക്ക് തള്ളി ഉയർത്തുകയായിരുന്നു. 828 മീറ്റർ എന്ന അന്തിമ ഉയരത്തിൽ എത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉദിച്ചു. മുകളിലെ കൂറ്റൻ ക്രെയിനുകൾ എങ്ങനെ താഴെ എത്തിക്കുമെന്നായിരുന്നു. ഒടുവിൽ ഒരു ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊന്നിനെ അയച്ചെടുക്കുന്ന റഷ്യൻ ടോൾ തന്ത്രത്തിലൂടെയാണ് ഈ ക്രെയിനുകൾ ഓരോന്നായി താഴെ എത്തിച്ചത്. ഇന്ന് ബുർജ് ഖലീഫ വെറുമൊരു കെട്ടിടമല്ല, മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അടയാളമാണ്. ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.